ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കത് കാണാം. ഇതാണ് നമ്മുടെ മിക്സി. ഞാൻ പ്രീതി സോഡിയാക് കോസ്മോ ഒരെണ്ണം മേടിച്ചു. പ്രീതി സോഡിയാക്കിൻ്റെ 3 വെർഷൻസ് ഉണ്ട്. 1 സോഡിയാക്, ദെൻ സോഡിയാക് 2.0, ഇത് ലേറ്റസ്റ്റ് ആണ് കോസ്മോ. ഞാൻ അപ്പോൾ കോസ്മോ ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടീസൊക്കെ കാണാം. നമ്മുടെ ചെക്ക് ലിസ്റ്റ്, പാക്കേജിങ് ചെക്ക് ലിസ്റ്റ്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ആണ് ഇതിലിട്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഞാൻ ഈ ബോക്സ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഐറ്റം എല്ലാം കൂടെ നോക്കാൻ പറ്റിയില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒക്കെ കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വെജിറ്റബിൾസും ഒരു വാട്ടർമെലൺ ജ്യൂസൊക്കെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, അതിനുവേണ്ടി അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. ആദ്യം ഇതിൻ്റെ ഐറ്റംസ് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മെയിൻ ആള്, നമ്മുടെ പ്രീതി കോസ്മോ സോഡിയാക്. ഇത് അതിൻ്റെ 3 ജാർസ്. ഇത് ടോട്ടൽ 5 ജാർസിൻ്റെ ആണ്. ഇത് അതിൻ്റെ 3 ജാർ. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മുടെ ചട്നി ജാർ. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ യൂസസ് എന്നൊന്നും പറയാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ് ജാർ. ഇത് പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ മോട്ടറാണ്. ഇതിലാണ് മാസ്റ്റർ ഷെഫ് ജാർ വർക്ക് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഒരു എക്സ്ട്രാക്ടർ, ജ്യൂസ് എക്സ്ട്രാക്ടർ ആണ്. പിന്നെ ഇത് അതിൻ്റെ ഡിഫറെൻറ്റ് ബ്ലേഡ്സ്. ഇത് നമ്മുടെ കട്ടിങ്ങിനുള്ള ബ്ലേഡ്സ്. ഇത് പിന്നെ ഡൈസിങ്ങിനുള്ളത്. ഡൈസിങ്ങിൻ്റെ 2 എണ്ണം ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടറിയും. ഇത് ചെറിയതാണ്, ഇത് വലുതാണ്. പിന്നെ ഈ 2 എണ്ണം. ഇത് ചോപ്പിങ്ങിൻ്റെ ബ്ലേഡാണ്, നല്ല ഷാർപ്പാണ്, ഒരുപാട് കൈ സൂക്ഷിക്കണം. ഇത് പിന്നെ നമ്മുടെ ആട്ട നീഡിങ്ങിൻ്റെ. ഇതാണ് സിട്രസ് ബൗൾ. നമുക്കപ്പോൾ ഇതൊക്കെ ഇന്ന് എങ്ങനെയാണെന്ന് കാണാം. ഞാൻ അപ്പോൾ ഓരോരോ ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എൻ്റെ കയ്യിൽ ആട്ട മാത്രമില്ല, അത് തീർന്നു പോയി. സോ നീഡിങ്ങിൻ്റെ മാത്രം കാണിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാം തന്നെ കട്ടിങ്, ചോപ്പിംഗ് എല്ലാം തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ലോക്ക് സിസ്റ്റത്തിലാണ് വരുന്നത്. ഇത് ഈ ലോക്കാണ് ഇതിൽ ലോക്ക് ഇതാവുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ലോക്ക് വീണില്ല, മിക്സി ഓൺ ആവില്ല. അത് നല്ലൊരു ബെറ്റർ ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും കുസൃതിയൊക്കെ ഒപ്പിച്ചാലും കറക്റ്റായിട്ട് ലോക്ക് ആയില്ലേ, ഓരോരോ ജാറിനും അങ്ങനെയാണ്, കറക്റ്റായിട്ട് ലോക്കിൽ വീണിട്ടില്ല മിക്സി ഓൺ ആവില്ല. അത് ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യമായിട്ട് നമ്മളൊരു സലാഡാണ്, ചെറിയൊരു സലാഡാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് യൂസ് ആവുന്ന മാസ്റ്റർ ഷെഫ് ജാറാണ്. ഫസ്റ്റ് നമ്മൾ ഇതാണ് അതിൻ്റെ മാസ്റ്റർ ഷെഫ് ജാറിന്റെ മോട്ടർ. ഇതാണ് മാസ്റ്റർ ഷെഫ് ജാറിനെ കൺട്രോൾ ചെയ്യുന്ന മോട്ടർ. കാരണം ഇതിന് സ്പീഡ് കുറച്ച് കുറവാണ്. നമുക്ക് സ്ലൈസിങ്ങും ഗ്രേറ്റിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി സ്പീഡ് കുറവ്. ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പീഡ്. അപ്പൊ ഇതെല്ലാം ഇതിൽ മെയിൻ ഒരു കാര്യം, ഇതിലെല്ലാത്തിനും ലോക്ക് സിസ്റ്റം ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ലൈസിങ്ങിനുള്ള ബ്ലേഡ്. അപ്പൊ ഈ ബ്ലേഡ് ഇടുന്നത്, ഇതെല്ലാ ബ്ലേഡും ഭയങ്കര ഷാർപ്പാണ്, നല്ല സ്റ്റീലിന്റെ പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം. ബ്ലേഡ്സ് ഒക്കെ ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒത്തിരി കെയർഫുൾ ആയിട്ട് ചെയ്യണം. അപ്പൊ ഇത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ റൗണ്ടിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് ഈ പോർഷൻ, ഇതാണ് ഇതിന്റെ ലോക്ക് സിസ്റ്റം. ഇതിൽ പ്രസ് ചെയ്യുക. ഇപ്പൊ അത് ലോക്കായി കഴിഞ്ഞു. ഇനി നമുക്കിത് ജാറിലോട്ട്, മാസ്റ്റർ ഷെഫിലോട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇതും വളരെ ഈസിയാണ്. ഇതിലൊരു ഫ്ലവർ ഡിസൈനാണ് കാണുന്നത്. ഇതും സെയിം ഫ്ലവർ ഡിസൈനാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത്ര ഈസിയാണ്. ഇപ്പൊ ഇത് ലോക്കായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ കാക്കടി സ്ലൈസ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത്രയുമായിട്ട് ചെറിയ തോതിലുള്ള വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നോക്കിക്കോളൂ,
നല്ല സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ് നല്ല മെലിഞ്ഞ സ്ലൈസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇതിന്റെ സ്കിൻ പോലും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര മെലിഞ്ഞ സ്ലൈസ് ആണ്. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റ് ആയിരിക്കും, സലാഡും ഒക്കെ ഉണ്ടാക്കാൻ. അടുത്ത നമ്മൾ ക്യാരറ്റ് ആണ്. സെയിം ബ്ലേഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റും നമുക്ക് നല്ല റൗണ്ട് ആയിട്ട് സലാഡിന് വേണ്ടി കട്ട് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ മിക്സി ഓൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലും കണ്ടോ ചെറിയൊരു വേസ്റ്റ്, ഇതൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാനുള്ളതേ ഉള്ളൂ. വിത്തിൻ സെക്കൻഡ്സ് ആണ് നമുക്ക് സലാഡൊക്കെ റെഡിയാക്കാൻ പറ്റുക. നല്ല മെലിഞ്ഞ ക്യാരറ്റിന്റെ സ്ലൈസ് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ വരുന്ന പോർഷൻ ചിലത് ആ ക്യാരറ്റ് ഇങ്ങനെ ചെരിഞ്ഞു പോകുമ്പോഴത്തേക്കും ഷേപ്പ് കുറച്ച് മാറ്റം വരും. അതൊന്നും കുഴപ്പമില്ലല്ലോ, നമുക്ക് വീട്ടിലുണ്ടാക്കാനല്ലേ, 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ ഒണിയൻ ആണ് സലാഡിന് വേണ്ടി ചോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നോക്കാം. ഒണിയൻ നറുക്കുന്നതാണ് നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രശ്നമുള്ള സങ്കടമുള്ള കാര്യം. ബിക്കോസ് കണ്ണിൽ നിന്ന് എങ്ങനെ വെള്ളം വരുന്ന അറിയില്ല. ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനാണ്. ഇപ്പൊ നമ്മൾ സലാഡിന് വേണ്ടിയാണ്. നമുക്ക് കിഴങ്ങൊന്ന് ഡൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ഇതുള്ള സ്ക്വയർ ആയിട്ട് വരുന്ന ഡൈസറാണ്. കറക്റ്റ് ആയിട്ടുള്ള ലോക്കിൽ വീണാൽ മാത്രമേ നമുക്ക് മിക്സി വർക്ക് ആവുള്ളൂ. അപ്പൊ ഇതിന് 2 ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഡൈസ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഇതാണ് അതിന്റെ ബ്ലേഡ്. ശരിക്കും അതിനെ കട്ട് ചെയ്യാനുള്ള ബ്ലേഡ് ഇതാണ്. ഇത് ഇതിലോട്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇതിന്റെ അടപ്പെടുത്ത് അടയ്ക്കാം. കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആൻഡ് ഇത് വെച്ചാണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. ആൻഡ് എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്ക് ഫസ്റ്റ് നമ്പറിൽ, അതായത് 1 നമ്പറിൽ മാത്രമേ ഇത് ഈ ചോപ്പിംഗ് കട്ടിങ് അതിന്റെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 1 നമ്പറിൽ മാത്രം. ബാക്കി സ്പീഡ് ഓടുന്നതോറും ഇതിന്റെ ഷേപ്പ് ഒക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. സോ 1 നമ്പർ മാത്രം യൂസ് ചെയ്യുക. ഇതില് ചെറിയതായിട്ടുള്ള പോർഷൻസ് നിൽപ്പുണ്ട്. അതിനാണ് പുഷർ തന്നിട്ടുണ്ട് ഇവർ കൂടെ. ഇത് പുഷർ ഉപയോഗിച്ച് നമുക്ക് അകത്തോട്ട് തള്ളുന്നതാണ്, പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ഇല്ലായിരിക്കും. ഫുള്ളായിട്ടും പുഷർ ഉപയോഗിച്ച് പ്രസ് ചെയ്തു. ഫുള്ളായിട്ട് തന്നെ എല്ലാം ബ്ലേഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്ലേഡ് റിമൂവ് ചെയ്യാം. നമുക്ക് ഈ സ്ലൈസ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് കിഴങ്ങിന്റെ മെഴുക്കുരുട്ടിക്കൊക്കെ പറ്റുന്ന സൈസിലുള്ള ക്യൂബ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് 5 മിനിറ്റിൽ നമുക്ക് കട്ടിങ് ഈസി ആവും. അടുത്ത നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. നല്ല തോരനൊക്കെ വെക്കാൻ വേണ്ടി, ക്യാരറ്റ് തോരനൊക്കെ വെക്കാൻ വേണ്ടി എങ്ങനെയാന്ന് നോക്കാം. ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഇത് അതുപോലെ തന്നെ മുമ്പ് കാണിച്ച പോലെ തന്നെ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ലോക്കിൽ കറക്റ്റായിട്ട് വേണം. ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് കഷ്ടമുണ്ട്. ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് ശരിയായിക്കോളും, നമുക്ക് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇത് മിക്സി ഓൺ ചെയ്യാം. എൻ്റെ ക്യാരറ്റ് മേടിച്ചിട്ട് ഒരു 2 ദിവസം ആയതായിരുന്നു. അതിൻ്റെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. നല്ല ഫ്രഷ് ക്യാരറ്റാണ്, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് കണ്ടറിയാം. നല്ല ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് തോരൻ ഒക്കെ വയ്ക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമോ അങ്ങനെ ഒന്നുമില്ലായിരിക്കും. നല്ല ഉതിരുതിരായിട്ടുള്ള കഷ്ണങ്ങളാണ് കിട്ടിയിരിക്കുന്നത്.
ആയിട്ട് ഹൽവായോ ഒക്കെ ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് മതി ഇതൊക്കെ ചെയ്തെടുക്കാൻ. കുക്കിംഗ് ഭയങ്കര ഈസി ആയിട്ട് ആവുന്നുണ്ട്. ഇപ്പൊ രാവിലെ എണീറ്റാലും മറ്റേ എനിക്ക് വെജിറ്റബിൾ കട്ടിങ്ങിന് ഒരുപാട് ടൈം ആവും. അപ്പൊ ഈസിയാണ് ഒരു മുട്ടക്കോസ് തോരൻ വെക്കാനോ ഒരു ക്യാരറ്റിന്റെ തോരൻ വെക്കാൻ, ബീട്രൂട്ട് തോരൻ വെക്കാൻ, നമ്മുടെ പപ്പായ, ഇതൊക്കെ ഒരു പ്രശ്നമേ ഉള്ളൂ. സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ലൈക്ക് നമ്മുടെ ബീൻസ്, പയറ്, അതുപോലെ ഒന്നും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹാർഡ് ആയിട്ടുള്ള എന്ത് വെജിറ്റബിളും നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്യാനാണ്, ഡൈസ് ചെയ്യാനാണ് ഭയങ്കര ഈസി ആയിട്ട് പറ്റും. വിത്തിൻ സെക്കൻഡ്സ് ആണ് നമുക്ക് പണി കഴിയുന്നത്. ഈ വീഡിയോ എടുക്കുന്നതോടെയാണ് എനിക്കൊരു ഐഡിയ വന്നത്. നമുക്ക് ക്യാബേജ് എങ്ങനെയാ അരിയുന്നതെന്ന് കാണിക്കണമല്ലോ. അപ്പൊ നാളത്തേക്കുള്ള ക്യാബേജ് തോരനും കൂടെ അരിഞ്ഞേക്കാന്ന് തോന്നി. അപ്പൊ ഇന്ന് തന്നെ ഞാൻ നാളത്തേക്കുള്ള ക്യാബേജ് തോരൻ അരിഞ്ഞു വെക്കാണ്. ഇതാണ് നമ്മുടെ തോരനൊക്കെ അരിയാനുള്ളത് ബ്ലേഡ്. ഇതിട്ട് കൊടുക്കുക. ഈ ക്യാബേജ് അതിലോട്ട് ചുമ്മാ വാരിക്കോരി ഇടുക. ഇതടയ്ക്കുക. ഇതിൽ കണ്ടാലറിയാം. ഈ ബ്ലേഡ് മാത്രം യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കെയർ എടുക്കണം. കാരണം ഭയങ്കര ഷാർപ്പാണിത്. ഇത് കണ്ടോ, നല്ല പൊടിയായിട്ട്. ഇനിയും പൊടിയാക്കണേ നമുക്ക് ഇനിയും പൊടിയാക്കാം. തോരനൊക്കെ ഉള്ള സുഖമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ ചെറിയ തോരനൊക്കെ 5 മിനിറ്റിലേക്ക്. ഒരു ക്യാബേജൊക്കെ നമുക്ക് അരിയണേൽ എന്ത് ഒരു ബുദ്ധിമുട്ടെന്ന് ഇത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, വീട്ടമ്മമാർക്ക്. ഇതുകൊണ്ട് 5 മിനിറ്റിലാണ് നമുക്ക് തോരനൊക്കെ റെഡിയാക്കാൻ പറ്റുന്നത്. നാളെ ഞാൻ ക്യാരറ്റും ക്യാബേജും കൂടെ മിക്സ് ചെയ്ത് ഒരു തോരനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഞാൻ ഇന്ന് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ കൂടെ. ഇത് നമ്മളൊരു സബോളയാണ് അരിയാൻ പോകുന്നത് തോരന് വേണ്ടി തന്നെ. ഞാൻ അപ്പം 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഓൺ ചെയ്യാം നമുക്ക്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തോരനൊക്കെ ഇടാൻ വേണ്ടിയോ പിന്നെ മെഴുകുരുട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ, പിന്നെ ചപ്പാത്തിയുടെ കറിക്കൊക്കെ ഇടാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് നല്ലപോലെ യൂസ് ആവും. ഇതിൽ ഞാൻ കണ്ടിട്ട് ഒരു നെഗറ്റീവ് പോയിന്റേ ഉള്ളൂ. അതിന്റെ മോട്ടറിന്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ് ബാക്കി മിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ. പക്ഷെ ബാക്കി എല്ലാ പണി ഈസി ആയിട്ട് തന്നെ കഴിയുന്നുണ്ട്. വിത്തിൻ മിനിറ്റ്സ് ആണ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ സ്ലൈസിങ് ആണെങ്കിലും ചോപ്പിംഗ് ആണെങ്കിലും ഗ്രേറ്റിംഗ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ ഇതിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി മേടിച്ചതാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള മിക്സിയാണ്. ഇനി നമുക്ക് ജ്യൂസറും കൂടെ നോക്കാം, അതിന്റെ യൂസും. ദെൻ സിട്രസ് ബൗളിനും കൂടെ നോക്കാം. നീഡിങ്ങിന്റെ ഞാൻ പറഞ്ഞില്ല, എന്റെ കയ്യിൽ ഗോതമ്പ് പൊടി ഇല്ല ഇപ്പൊ തൽക്കാലം. അതുകൊണ്ട് ഞാൻ നീഡിങ് കാണിക്കുന്നില്ല ഈ വീഡിയോയില്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ മിക്സി റെക്കമെൻഡ് ചെയ്യും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം 13,000 സംതിങ് ആയിട്ടുണ്ട് എനിക്ക് മിക്സിയുടെ ചാർജസ്. അടുത്ത നമ്മൾ സിട്രസ് ബൗളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സിട്രസ് ബൗൾ. അത് മാസ്റ്റർ ഷെഫിന്റെ ജാറിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. എല്ലാം ലോക്ക് സിസ്റ്റമാണ്. ഇതാണ് ഇതിന്റെ ലോക്ക്. ഈ ലോക്ക് കറക്റ്റായിട്ട് വെച്ച് പ്രസ് ചെയ്താൽ ഒരു ക്ലിക്കിന്റെ സൗണ്ട് വരും. അതാണ് കറക്റ്റ് ലോക്കിന്റെ സിസ്റ്റം. ദെൻ ഇതാണ് ഇതിൽ വെക്കേണ്ടത്. ഇത് ചുമ്മാ വെച്ചു കൊടുക്കുക. നമ്മൾ മൂസമ്പി ജ്യൂസാണ് എടുക്കാൻ പോകുന്നത്. മിക്സി ഓൺ ചെയ്യാം. മുസമ്പി കുറച്ച് കഷ്ടമാണ്. നമ്മൾ അത് കറക്റ്റായിട്ട് ഒരു പ്രാക്ടീസ് വേണം. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം സൈഡിൽ നിന്ന്. അപ്പോഴാണ് അതിന്റെ ജ്യൂസ് മുഴുവൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിൽ കുറച്ചുകൂടെ എടുക്കാൻ പറ്റും. നല്ലപോലെ ഒന്ന് സൈഡിൽ നിന്ന്, ഒരുപാട് ഇങ്ങനെ മേളിൽ നിന്ന് പ്രസ് ചെയ്ത് സൈഡിൽ നിന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫുള്ളായിട്ട് ജ്യൂസ് വരുന്നതാണ്. വാട്ടർമെലൺ ജ്യൂസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ മാസ്റ്റർ ഷെഫ് ജാറിന്റെ മോട്ടർ റിമൂവ് ചെയ്യാണ്. ഇതിനി ആവശ്യമില്ല.
ഇത് ഒട്ടും തന്നെ വെള്ളം തട്ടാതെ സൂക്ഷിക്കണം. നമ്മുടെ എപ്പോഴും പറ്റുന്ന ഒരു പെട്ടൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിന്റെ മാസ്റ്റർ ഷെഫ് ജാറിന്റെ കൂടെ തന്നെ ഇത് ഊരിയെടുക്കും, അങ്ങനെ തന്നെ കഴുകുകയും ചെയ്യും. അത് നമ്മൾ എപ്പോഴും ഓർക്കുക. ഇതിൽ ഒട്ടും തന്നെ വെള്ളം വരാതെ തുടച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു വാട്ടർമെലൺ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ നോർമൽ മിക്സിയുടെ ബോഡിയിൽ തന്നെയാണ്, നമ്മുടെ നോർമൽ മിക്സി യൂസ് ചെയ്യുന്ന പോലെ തന്നെ പാത്രം ബോഡിയിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് വാട്ടർമെലൺ ഇട്ട് കൊടുക്കാം. വാട്ടർമെലൺ ഇട്ടു. നമുക്ക് ആവശ്യമുള്ള ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ ഇടാം, അല്ലെങ്കിൽ ഞാൻ വിത്തൗട്ട് ഷുഗറാണ് കഴിക്കാറ്. ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ഷുഗർ പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കറക്റ്റായിട്ട് വെച്ച് ലോക്ക് ചെയ്യണം. കുറച്ചുകൂടെ വാട്ടർമെലൺ അതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇനി ഒഴിക്കാം. നല്ല സൂപ്പർ ആയിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് റെഡി. അതിൽ കുറച്ച് ഐസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പ്രീതി സോഡിയാക് കോസ്മോന് 5 ഇയർ മോട്ടോർ വാറന്റി ഉണ്ട്, 2 ഇയർ പ്രോഡക്റ്റ് ഗ്യാരണ്ടി ഉണ്ട്, ആൻഡ് ലൈഫ് ടൈം ഫ്രീ സർവീസ് ആണ്. പക്ഷെ സ്റ്റാർ ആപ്ലിക്കബിൾ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഈസി ആയിട്ടുണ്ട് എൻ്റെ പണി അടുക്കളയിൽ. ഇപ്പോൾ ഞാൻ ചിപ്സ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട്, അത് ഇതിൽ ചേർക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു. ചിപ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, നമ്മുടെ നേന്ത്രങ്ങ ചിപ്സ്. അപ്പൊ ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പൊ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ നേന്ത്രങ്ങ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പോകുന്ന ഈ ബ്ലേഡാണ് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ നമുക്കൊന്ന് അരിഞ്ഞു നോക്കാം എങ്ങനെയാ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മെലിഞ്ഞ പീസാണ്. ഇനി ഇത് വറുത്തൂടെ നോക്കാം. വറുത്തിട്ട് ഞാൻ ബാക്കി ഒപ്പീനിയൻ പറയാം, കാരണം വറുത്താലേ അറിയുള്ളൂ എങ്ങനെയാണെന്ന്. അപ്പോൾ വറുത്ത് നോക്കിയിട്ട് ബാക്കി ഞാൻ പറയാം. നല്ല അടിപൊളി ചിപ്സ് റെഡിയാവുന്നുണ്ട്. ഇത് ഞാൻ അരിഞ്ഞതാണ്, നല്ല മെലിഞ്ഞ് അരിഞ്ഞതാണ്. ഇത് വറുത്തുകൊണ്ടിരിക്കുന്നു. ഇത് വറുത്തത് നല്ല അടിപൊളി സാധനം, നല്ല മെലിഞ്ഞ് കണ്ടോ, ഒരുപാട് മെലിഞ്ഞ്. കടയിൽ കിട്ടുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് തിക്നെസ് കുറവാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്.